നമസ്കാരം. SBI അരുളാലാണ്. പിന്നെ നിങ്ങൾ ഒരു ദൃശ്യം കാണിക്കാം. ദൃശ്യം ഇവിടത്തെ അല്ല, അങ്ങ് UAE-യിലാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ടുള്ള അതിതീവ്രമായ മഴ UAE-യിൽ പെയ്തതിന് പിന്നാലെ എയർപോർട്ട്, റോഡുകൾ മുഴുവൻ വെള്ളത്തിലായി. ദൃശ്യം അങ്ങോട്ട് നോക്കി, കണ്ടില്ലേ? റോഡുകളെല്ലാം കുളങ്ങളായി കിടക്കുകയാണ്. ഇതിപ്പോ എന്തിനാണ് കാണിച്ചതെന്നല്ലേ, ഈ മഴ പെയ്യുമ്പോൾ സർവ്വസാധാരണമാണ് ഇത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ UAE-യിലൊക്കെ ഇരിക്കുന്ന KMCC പ്രവർത്തകർ, കോൺഗ്രസ്സുകാരെല്ലാം ഈ നാട്ടിലെ റോഡിൽ വെള്ളം കെട്ടുന്നത് കണ്ടിട്ട് ഈ നാട്ടിലെ ഭരണകൂടത്തെ പരിഹസിക്കുന്നത് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് അല്ലേ? അന്തസ്സുണ്ടെങ്കിൽ, തണ്ടലിന് ഉറപ്പുണ്ടെങ്കിൽ അവിടത്തെ ഇത് എന്തോന്ന് ഭരണകൂടോടെ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു മഴ പെയ്ത കുളമാകുന്ന അവസ്ഥ ഒന്ന് പറഞ്ഞേ കാണട്ടെ. അതായത് എല്ലാം കേരളത്തിൽ സംഭവിക്കുമ്പോൾ മാത്രം അത് എന്തോ ഒരു സവിശേഷ കാര്യമാണ് എന്ന രീതിയിലേക്ക് ഉയർത്തിക്കാട്ടി വിമർശിക്കുന്നവർ, അതും പ്രത്യേകിച്ച് ലീഗുകാരന്മാർക്കും അല്ലെങ്കിൽ BJP-കാരന്മാരായിട്ടുള്ള കേരളത്തിലെ ഭയങ്കര, നമ്മൾ പറയില്ലേ, ചില ആ, വിശുദ്ധ മലയാളികൾ എന്നല്ലെങ്കിൽ നമ്മൾ ഈ പുരോഗമന മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടിനെ കുറ്റം പറയുമ്പോൾ അവരുടെ കണ്ണിന്റെ മുന്നിൽ സംഭവിച്ചൊരു കാര്യം, അവിടുത്തെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞു. ഇന്റർനാഷണൽ ആണ്, ദുബായ് കണ്ടു പഠിക്കണം, ദുബായിലേക്ക് വികസന പ്രവർത്തനങ്ങളൊക്കെ കണ്ടു പഠിക്കണം. അവിടെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? കണ്ടു പഠിക്കുക എന്ന തരത്തിൽ വെള്ളം മൂടിക്കിടക്കുന്ന ഈ റോഡ്, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാത്ത ഈ സംവിധാനത്തെക്കുറിച്ച് ഒന്ന് വിമർശിച്ച് കാണിച്ച് നിന്റെയൊക്കെ ധൈര്യം ഒന്ന് കാണട്ടെ. ഈ എളുപ്പമുണ്ട് ജനാധിപത്യം കൂടുതൽ നടപ്പാക്കുന്നിടത്ത് കയറി എന്ത് കാര്യത്തെ, അതായത് മനുഷ്യ സഹജമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താലും അപ്രതീക്ഷിത മഴ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നേരിടാൻ പറ്റില്ല. അത് മനുഷ്യനുണ്ടാക്കിയ സംവിധാനം ആണെങ്കിൽ അതിൽ പോരായ്മകൾ ഉണ്ടാകും. വെള്ളം ഒഴുകി പോകാനുള്ള പ്രശ്നം നോക്കി. അപ്പോൾ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് അവിടുത്തെ ഭരണകൂടത്തിനെതിരെയോ, അവിടെ ഒരു PWD മിനിസ്റ്ററൊക്കെ കാണുമല്ലോ ഈ റോഡിന്റെയൊക്കെ നോക്കുന്നത്, അയാളുടെ ഫോട്ടോ വെച്ചൊന്ന് ട്രോളിയെ കാണട്ടെ, അന്തസ്സുള്ളവന്മാരൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഇരട്ടത്താപ്പ് ഉണ്ടോ ഇല്ലയോ? എവിടെയെങ്കിലും പോയ അവിടുത്തെ നിയമം കർശനമാണെങ്കിൽ മര്യാദയ്ക്കൊക്കെ നിൽക്കാൻ അറിയാം, വാ തുറക്കില്ല. ഇവരാണ് ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാം നന്നായി എന്നല്ല, റോഡുകളിലൊക്കെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി 10 വർഷം വലിയ പ്രയത്നം നടത്തി, അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് പരിപൂർണമായി എന്നുള്ളത് ഒരിക്കലും ആരും അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്താണ്? ഇരട്ടത്താപ്പെന്നാണ്. UAE-യിൽ സംഭവിച്ചാൽ മഴ പെയ്ത് സർവ്വസാധാരണമാണ്. ഇവിടെ തമ്പാനൂരോ കൊച്ചിയിലോ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആഘോഷം നോക്കിയാൽ, ഏതെങ്കിലും മാധ്യമങ്ങൾ UAE-യിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകത എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യാത്ത നാളെ തൊട്ട് അവിടെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പേടിയുണ്ട്, ഇവിടെ എന്തു ആകാം. ഇതാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുണ്ടഴിച്ചിട്ടുള്ള മാധ്യമധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തരാതരം പോലെ ഈ നാടിനെ ലോകത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ ഈ നാടിന്റെ വിരുദ്ധരായിട്ടുള്ള ഡീഗ്രേഡ് ഓളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇത്. ഇപ്പോ ദുബായിയെ കണ്ട് പഠിക്കൂ, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, വികസന മാതൃകകൾ കണ്ടു പഠിക്കൂ എന്ന് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നവർ അവിടെ ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ വയറ്റിപ്പിഴപ്പ് മുഖ്യമാണ് ബിഗിലെ. അവിടെ നമുക്ക് എന്തില്ല, രാഷ്ട്രീയമില്ല. അപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ ദുബായിലല്ല, ഇങ്ങ് കേരളത്തിലാണെങ്കിലും വെള്ളക്കെട്ടുണ്ടാകും, അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പോൾ ഈ മേഘവിസ്ഫോടനം പോലുള്ള സംഭവവികാസങ്ങൾ വരുമ്പോൾ പൊടുന്നനെയാണ് വലിയ മഴകൾ പെയ്തിറങ്ങുന്നത്. അതിപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് UAE-യിൽ സംഭവിച്ചിട്ടുണ്ട്. UAE-യിൽ സംഭവിച്ചപ്പോഴും ഇത്ര അത്യാധുനിക ലോകോത്തര വികസന മാതൃകകൾ എന്ന് പറയപ്പെടുന്നിടത്ത് വെള്ളം കെട്ടിയതിനെ കുറിച്ച് നിശബ്ദമായിട്ട് അവിടെയും വെള്ളം കെട്ടുമെന്ന് ഈ ഉണ്ടംപുരി വിഴുങ്ങിയിരിക്കുന്ന കേരളത്തിലെ ചില പ്രബുദ്ധ മലയാളികൾ കാണാനും അവരെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പ്രകൃതി ക്ഷോഭങ്ങൾ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അത് സംഭവിച്ചാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് മഴ മാറുന്നത്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് തുടരെ മഴയായിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തെ പരിഹസിച്ചവർ ഈ കാഴ്ച കാണുമ്പോൾ ഇത് സർവ്വസാധാരണം എന്നുള്ള നിലയ്ക്ക് മിണ്ടാതിരിക്കുമ്പോൾ ഇവർ ഇരട്ട മുഖമുള്ളവരാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ.